കാസർഗോഡ് ഇൻഫ്ലുവൻസർ ജീവനൊടുക്കി ആദൂർ സ്വദേശി ചിന്നു പാപ്പുവാണ് ജീവനൊടുക്കിയത്. വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയാണ്, 24 വയസ്സുകാരിയാണ് മരിച്ചത്. ആദൂർ സ്വദേശിയാണെങ്കിലും ആദൂർ ആലന്തരക്ക സ്വദേശിയാണെങ്കിലും ഇവർ താമസിക്കുന്നത് കാസർഗോഡ് നഗരത്തിനടുത്തുള്ള ഉള്ളിയത്തടുക്കിലെ വാടക ക്വാർട്ടേഴ്സിലാണ്. ഈ വാടക ക്വാർട്ടേഴ്സിലെ മുറിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന്റെ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഹലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത ഞാൻ കേട്ടിട്ട് നല്ല സങ്കടം തോന്നി എന്ന് വെച്ചാൽ നമുക്കൊരു വിഷമം, നല്ല രീതിയിൽ വിഷമം തോന്നിയ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഞാൻ കാണാനിടയായി. അതായത് ചിന്നു പാപ്പു എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. ചിന്നു പാപ്പു എന്നല്ല ആ കുട്ടിയുടെ പേര്, രേഷ്മ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരിയെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് ചിന്നു പാപ്പു എന്നാണ്. അപ്പോൾ കാസർഗോഡ് ആണ് പുള്ളിക്കാരിയുടെ സ്വദേശം. പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ ഒട്ടുമിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം അത് അവരുടെ ഒരു ഭാഷ, എനിക്കത് കൃത്യമായി ഇവർ പറയുന്ന എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവില്ല, കാരണം അവരുടെ ഒരു സ്ലാങ് അങ്ങനെയാണ്. പക്ഷേ ആ കൊച്ചു നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പാകത്തിന് വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു നല്ലൊരു കുട്ടി ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുന്നുമായിട്ട് ആത്മഹത്യ ചെയ്തേക്കുന്നു. അതും ഒരു കയറ് കഴുത്തിലിട്ട് തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഫീൽഡിലുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറുപ്രായത്തിലുള്ള പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുക, എന്ത് കാരണം എന്നുള്ള ഓരോന്നും ചിലരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെയാണോ ഈ ആത്മഹത്യ ചെയ്തത് എന്ന് തോന്നിപ്പോൾ. ഈ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ആ കുട്ടിയുടെ വീഡിയോസൊക്കെ കണ്ടാൽ നമ്മൾ കുറച്ച് കണ്ടിരുന്ന് പോവും. അപ്പോൾ അത്ര നല്ലതായിട്ട് വീഡിയോസ് ചെയ്യുന്നതും അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആ കുട്ടി എന്തോ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 19-20 വയസ്സിലും മറ്റായിരിക്കും വിവാഹം കഴിച്ചത്. കാരണം ഇപ്പം മരിക്കുമ്പോൾ ഈ പ്രായം, ആ കുട്ടിയുടെ ഒരു പ്രായം എന്ന് പറയുന്നത് 24 വയസ്സാണെന്നാണ് ന്യൂസിലൊക്കെ കേട്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട് അതിന് എന്ന് അറിയാൻ കഴിഞ്ഞു. ആ കുഞ്ഞിന് കാര്യം ഇനി എങ്ങനെയാണെന്നും അറിയില്ല, ഏതാണെന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിലും അത് ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര ഒരു അബദ്ധമായിപ്പോയി ആ ഒരു കുട്ടി കാണിച്ചത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കേണ്ടതോ, ഒരു പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കേണ്ട, പ്രശ്നങ്ങളുടെ നടുവിലൂടെ അങ്ങ് പോ. ഇതൊക്കെ എന്തിനാ ഈ പരിഹരിച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? ഒന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു നിലയിലെത്തുമ്പോൾ അന്ന് നമ്മളെ കുറ്റപ്പെടുത്തിയവരും അല്ലെങ്കിൽ കളിയാക്കിയിട്ടുള്ളവരും, എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒരു വീടില്ല, എനിക്കും ഒരു വീടില്ലാത്തൊരുത്തനാ എന്നും പറഞ്ഞിട്ട് സങ്കടങ്ങളും വിഷമങ്ങളും പല നഷ്ടങ്ങളും കുടുംബജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതാ. എന്തിനാണ് ഇത് ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് സ്നേഹിക്കുക കേട്ടോ. നമുക്ക് നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഞാൻ പറയാം, ഇന്നത്തെയും അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റിൽ ഇപ്പം നാളെ എന്നോട് ചോദിച്ചാലും ഞാനിതേ പറയും, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് എൻ്റെ ജീവൻ കളയുന്നത്? ചിലപ്പോൾ എപ്പോൾ വേണേലും നമ്മൾ മരിച്ചു പോവാം. നമുക്കൊരു ഗ്യാരണ്ടി ഉള്ളൊരു ലോകമൊന്നും അല്ല ഇത്. മനുഷ്യന് ഒരു ഗ്യാരണ്ടി ഉള്ളൊരു ലോകമല്ല ഇത്. അപ്പോൾ നമ്മൾ എപ്പോൾ വേണേലും മരിച്ചു പോവാം എന്ന് കരുതിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടത് ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഭയങ്കരമായിട്ട് കാര്യം ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഈ വാർത്ത കേട്ടിട്ട്. കാരണം ആ കുട്ടി 6 ദിവസം മുന്നേ ഇട്ടിരുന്നൊരു വീഡിയോ പോലും ഞാൻ കണ്ടിരുന്നു. അത്ര സന്തോഷമായിട്ട്. പിന്നെ വീഡിയോയിൽ കാണുന്ന ഒരു ഇതായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. വീഡിയോയിൽ ഒരാൾ ചിരിച്ചും കളിച്ചും നിൽക്കുന്നു എന്ന് കരുതിയിട്ട് അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. സോ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കരുത്. എന്ത് പ്രശ്നമാണെങ്കിലും അത് നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ സോൾവ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് എന്താ പറയണ്ടത് എനിക്കറിയത്തില്ല കേട്ടോ, എന്താ പറയേണ്ടതെന്ന്. ഇത് കേട്ടിട്ടൊക്കെ ഭയങ്കര സങ്കടമല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെന്ത് പറയാൻ പറ്റും? അയാൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് മരിച്ചേ പറ്റും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഒന്ന് മരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ എന്തോരം മരിക്കേണ്ട സമയം കഴിഞ്ഞെന്നറിയോ? ഒരുപാട്. അത് എൻ്റെ കയ്യിലെ തെറ്റുകൾ കൊണ്ടിട്ടുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും, എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഞാൻ അനുഭവിച്ച വേദനകളാണെങ്കിലും, ഇതെല്ലാം സഹിച്ച് തരണം ചെയ്ത് പോയേ പറ്റൂ. ഈ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഈ ലോകം. ആ കുട്ടി എന്തിനാണ് മരിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയയിലുള്ള കൂടുതലും ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആളുകൾ പലതും പറയും, അവരിത് പറയും, മറ്റത് പറയും, അത് കേൾക്കാൻ അല്ലെങ്കിൽ അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല
എന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെയൊന്നും ചെയ്യരുത്. ആരും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. വളരെ തെറ്റായ കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ നമ്മൾ സങ്കടം തോന്നും. എനിക്ക് സത്യമായിട്ട് ഞാൻ കുറച്ച് നേരം ആ കൊച്ചിൻ്റെ പഴയ വീഡിയോസ് ഇത് ന്യൂസ് കേട്ട ഉടനെ അവളുടെ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. കാരണം ഇത് എന്ത് കാര്യത്തിനാണ് ഈ കുട്ടി ഇത് ചെയ്തത്? വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് നല്ലൊരു ഫ്യൂച്ചർ ചിലപ്പോൾ അതിനുണ്ടായിപ്പോയേനെ സോഷ്യൽ മീഡിയ വഴി. അത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് കാരണം പോയില്ലയോ അത്? ഇനിയൊരു മകനാണെന്ന് തോന്നുന്നുള്ളത്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവർ ഡിവോഴ്സ്ഡ് ആണെന്നാണ് അറിഞ്ഞത്. ഈ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ നിങ്ങളുടെയൊന്നും ജീവിതം. ഒരുപാടുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആണായാലും ശരി പെണ്ണായാലും ശരി, നിങ്ങൾക്ക് എന്ത് ഈ ലോകത്ത് നിന്ന് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ആക്ച്വലി ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ. മോശമായ രീതിയിലും ഇത് ഒരുപാട് പരിപാടികൾ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഈ ഇൻഫ്ലുവൻസറായിട്ടോ ഇൻഫ്ലുവൻസർ ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കിട്ടണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, അതിൽ നിന്ന് ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോവുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വായി വരുന്ന പറയുന്നവന്മാർ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നിനും കൊള്ളാത്തവന്മാരായിരുന്നു പറയുന്നത്. ഇതൊക്കെ കേട്ട് നിങ്ങൾ പിന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഞാനും പല വീഡിയോസും ചെയ്യുന്നുണ്ട്. ഞാൻ പല വീഡിയോസ് ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് തന്നെ ഇതെന്ത് എന്ന് എനിക്ക് തോന്നും. ആ തോന്നൽ പോലും മാറ്റിയെടുക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം. ദയവ് ചെയ്ത് ഇനിയെങ്കിലും കുട്ടികൾ, അത് 24 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്, അതിനിനി എന്തോരം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ദയവ് ചെയ്ത് ഒരു മനുഷ്യരും ഇനി പോകാൻ പാടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ആരും കേൾക്കണമെന്നില്ല. പക്ഷേ എങ്കിലും ദയവ് ചെയ്തൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ മുമ്പിലാണ്, നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ നാളെ നിങ്ങളായിരിക്കും. നിങ്ങളെന്തിനാണ് ഇന്ന് ഈ ജീവൻ കളയുന്നത്? ജീവൻ കളയരുത് പ്ലീസ്. ആരും ജീവൻ കളയരുത്. അത്രയ്ക്കും വലിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കളയുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ കുഞ്ഞൊന്നും എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നും അറിയാത്ത ആൾ എന്നുള്ളൊരു ബസ്സിൻ്റെ ഇഷ്യൂ, അത് ബസ്സിലൊരു വീഡിയോ എടുത്തൊരുത്തിയിട്ട് അതിന് അയാളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ഒരാളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേങ്കിലും ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിയാൻ വയ്യാതെ അയാളുടെ ജീവൻ അങ്ങ് പോയി. ഇനി എന്തോരം ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു, അതങ്ങ് പോയി. തെറ്റുകൾ ചെയ്തിട്ട് അത് സമൂഹം അറിഞ്ഞാൽ അത് വളരെ നാണക്കേടാണ് എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, വളരെ രീതിയിലുണ്ട്. പക്ഷേ ഈ ഒരു കുട്ടി എനിക്ക് അറിയില്ല കേട്ടോ. നാളെ ഇനി ഓരോരുത്തന്മാരിൽ പല പോക്കൃത്തരങ്ങൾ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഇനി പറഞ്ഞുണ്ടാക്കി വീഡിയോയും റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഈ ഇട്ടേക്കുന്നത് എന്തിനാണ്? എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അധികം റീച്ചും കാര്യങ്ങളൊന്നും ഉള്ള ചാനലൊന്നുമല്ല. പിന്നെ എനിക്കിത് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഇതുപോലത്തെ വിഡ്ഢിത്തരങ്ങൾ ഇനി കാണിക്കരുത് എന്ന് ആരും കാണിക്കരുത്. ഇവിടെ എന്ത് പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റണം. ആ പറ്റാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതാരും. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ഗെയിം കളിച്ചിട്ട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നെടുത്ത് ചാടി മരിക്കുന്നു. ഇതൊക്കെ എന്തുവാ? എനിക്കറിയില്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. നമ്മൾ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് നെറ്റില്ല, അല്ലെങ്കിൽ ടെലിവിഷനില്ല, TV ഇല്ല, ന്യൂസില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയും. എങ്കിലും ഒരു നാട്ടിൽ നടക്കുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും കേട്ടോ. ന്യൂസായിട്ട് മനുഷ്യരെ ഉണ്ടായിരുന്നേ, നല്ലപോലെ പത്രം അടിച്ചിറക്കുക, പത്രത്തിൽ വരുന്ന പോലെ സ്റ്റോറി ആയാലും ന്യൂസ് ആയാലും പറയാനായിട്ട് മനുഷ്യരുണ്ടായിരുന്നു. അത്യാവശ്യം അറിയാൻ പറ്റുമായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെയൊന്നും ഒരു 0.1% പോലും കേട്ടിട്ടില്ല ഇത്രയൊന്നും. ഇത് അതിഭീകരമാണ് കേട്ടോ, അതിഭീകരം. കാരണം ഞാനിന്ന് എനിക്ക് വിഷമമായിപ്പോയി. ഞാനിന്ന് റൂമിൽ എല്ലാവരോടും പറയുകയും ചെയ്തു, അയ്യോ ഈ കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ എന്നും കാണുന്നതാ, ഇവളെന്തിനാണ് ഇത് ചെയ്തത്? എന്ത് കാര്യം? വളർന്ന് അവൾ എവിടെ എത്തേണ്ടായിരുന്നെന്നറിയോ? ഒരു പക്ഷേ അവളൊരു വലിയ നിലയിൽ എത്തേണ്ടവളായിരുന്നെങ്കിൽ അവളുടെ ജീവിതം പോയില്ലയോ? അവൾക്ക് ഇനി എങ്ങനെ ഉള്ളതാ? ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്, പെൺകൊച്ചുങ്ങൾ വീഡിയോ ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികൾ. ഞാൻ എപ്പോഴും റൂമിലായാലും പറയുന്നതാണ്, നമ്മളിങ്ങനെ കാണുന്നവരെ കണ്ടിട്ട് നമുക്ക് ഓക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരിത് തോന്നിയിട്ട്
നമ്മൾ പറയത്തില്ലയോ, ഇപ്പോൾ ഒരാൾ അയ്യോടെ അവർ കാണുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസ് കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓരോ പടവും, അതായത് ഓരോ ഘട്ടവും അവർ കടന്ന് മുന്നിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമുക്കും അങ്ങനെ പോകണം എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടല്ലോ. എനിക്ക് ഉണ്ട്. രവീണ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞാനിപ്പോൾ ഈ പെൺപിള്ളേരുടെ പറയാൻ കാരണം ഈ ചിന്നു പപ്പു എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചായതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് പേരുടെ ഇപ്പം കാർത്തിക് സൂര്യ, ഞാൻ പണ്ടുതൊട്ടേ അവൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ബ്ലോഗറാണ്. പിന്നെ അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. എടുത്തു പറയാൻ എനിക്ക് പെട്ടെന്ന് പേരുകളൊന്നും ഓർമ്മ വരുന്നില്ല, എങ്കിൽ പോലും ഞാൻ പറയണം. അപ്പം ഞാൻ രവീണയുടെ കാര്യം പറഞ്ഞത്, രവീണ എന്ന് പറഞ്ഞ കുട്ടി വലിയ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ കടന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്ക്. ഇതേപോലെ എത്തേണ്ട ഒരു കുട്ടിയായിരുന്നു അത്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആ കുട്ടിക്കുണ്ട്. ഒരു 2 ലക്ഷം ഫോളോവേഴ്സൊക്കെ വേണമെങ്കിൽ എന്തുവാ ഇത്, കളിച്ച കളിയൊന്നുമല്ല അത്. സംഭവം സിമ്പിളായിട്ട് എല്ലാവരും കാണും. സോഷ്യൽ മീഡിയ അല്ലയോ, ഒരു വീഡിയോ എടുത്താൽ കിട്ടാൻ പോരായോ, ഉണ്ടം പൊരിയാണ്. ഒരു വീഡിയോ ചെയ്ത് നോക്കുക, അപ്പോഴേ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുവാന്ന്. സോ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇനി ഒരു കാരണവശാലും ഒരിക്കലും ഒരാൾ പോലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഗതിയിലോട്ട് പോവരുത്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അത് ഒന്നും ഇല്ലെങ്കിൽ ഇല്ലാതെ ജീവിക്കാൻ പഠിക്കണം. ഒന്നും നമുക്ക് കിട്ടുന്നില്ല, നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. ആരെ ഒന്നും കാണിക്കേണ്ട എന്നുള്ള ഒരൊറ്റ മനസ്സ്, ആ ഒരൊറ്റ മൈൻഡിൽ അങ്ങ് പോയാൽ മതി. ഒറ്റ മൈൻഡിൽ എന്നും പറഞ്ഞുകൊണ്ട് പലരും ഊട്ടിക്കും കൊടൈക്കനാലും ഒക്കെ ചായ കുടിക്കാൻ പോകുന്ന വീഡിയോസ് ഇടാറുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ ജീവിക്കാനും കൂടെ അതേപോലെ ഒറ്റ മൈൻഡ് കാണിക്കുക, ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. നീ നിന്നെ സ്നേഹിക്കുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ നീ നിന്നെ സ്നേഹിക്കുക. നീ നാട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട് നടക്കാതെ നീ നിന്നെ സ്നേഹിക്കാതെ, നീ നിന്നെ സ്നേഹിച്ച് നിൻ്റെ ശരീരവും നിൻ്റെ ആരോഗ്യവും നോക്കി, നീ നിൻ്റെ സന്തോഷങ്ങളും നോക്കി നീ അങ്ങനെ ജീവിക്കുക. മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താനും മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പറ്റാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇതേപോലെയൊക്കെ പോയി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുണ്ടെങ്കിൽ നമ്മൾ മാത്രമായാലും മതിയെന്നേ, സുഖമായിട്ട് ജീവിക്കാം, അറിയോ. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ നോക്കുക. എനിക്ക് എന്തായാലും ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പം റൂമിൽ നിന്ന് നേരെ ഇവിടെ ഓഫീസിൽ വന്നിട്ട് ഈ ഒരു ലൈറ്റും കിടുതാപ്പൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കുക. വെട്ടത്തിൻ്റെയൊക്കെ കുറവുള്ളതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചത് ഇപ്പോൾ പെട്ടെന്ന്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ലായിരുന്നു, ജസ്റ്റ് ഞാൻ പറഞ്ഞേനെ. പക്ഷേ എങ്കിലും നമ്മൾ വെട്ടം വിളിച്ചോ വേണ്ടേ, ആളെ കാണണ്ടേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായും എൻ്റെ ഈ വീഡിയോ ആരും കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒരു കാരണവശാലും ആത്മഹത്യ, അതുപോലെ ഈ നശിച്ച ഗെയിം കളിച്ചോ, ആവശ്യത്തിന് കളിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് കളിച്ചിട്ട് അതിൽ പറയുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. ആത്മഹത്യ ചെയ്യുക, ഇത് കളിച്ചിട്ട് എന്ത് കാര്യമാണ് ഇത് കളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്ക് മന്ദബുദ്ധികളാണോ മനുഷ്യർ? അപ്പോൾ ഒരിക്കലും അങ്ങനെ പോകരുത് കേട്ടോ. ഏത് കാര്യം എന്ത് മോശം കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് വരാൻ ശ്രമിക്കുക. നിങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിച്ച് ആ ഒരു മോശാവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ പോവും. മനുഷ്യരാണ്, പല മോശാവസ്ഥകളിലും സാഹചര്യങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കും. ചിലപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ തിരിച്ചു വാ, റിട്ടേൺ വരുമ്പം തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തോട്ട് ഒരു മാങ്ങാത്തൊലി ലൈഫിലില്ല കേട്ടോ. ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഒരു കാരണവശാലും ആത്മഹത്യ എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് പോരുത്. അത് വലിയ നഷ്ടമാണ്, ഭയങ്കര നഷ്ടം. സോ ഒരു കാരണവശാലും ഇനി മുതലെങ്കിലും കുട്ടികളൊന്നും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോരുത്. ഗെയിമൊക്കെ മാക്സിമം കളിച്ചോ, പ്രശ്നമൊന്നുമില്ല. മാക്സിമം എന്നല്ല ഞാൻ പറയണം, മിനിമം കളിച്ചോ, ഒരു ആവറേജ് ലെവലിൽ കളിച്ചോ. അതിൻ്റെ പിറകെ അങ്ങ് ആയിപ്പോരുത്. നിങ്ങൾ അതേന്നും പറഞ്ഞ് ഓടിപ്പോകരുത്. പാഷനായിരിക്കാം, പക്ഷേ അത് ജീവൻ കളഞ്ഞിട്ടാവരുത്. സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത്രേ നമുക്ക് പറയാനും ആഗ്രഹിക്കാനും പറ്റും. നല്ലപോലെ ജീവിക്കാൻ നോക്കുക, സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. ശരി. ഞാനിപ്പോൾ എങ്ങനെ എടുക്കണം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എല്ലാവരും ബുദ്ധിയില്ല എന്ന് പറയുന്നത് എനിക്ക് എത്ര ബേജാറാണ്. നീയും പറഞ്ഞു നേരത്തെ.